ജോർജ് സാർ മുഖ്യാതിഥിയായി എത്തുന്ന ഈ സമാഗമത്തിൽ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു അതിഥിയാണ് അടുത്തതായി വേദിയിലെത്തുന്നത്. സിനിമയിൽ ജോർജ് സാർ എത്രമാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണോ അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് സമാഗമത്തിലെ അടുത്ത അതിഥിയായി എത്തുന്നത് മുൻ മന്ത്രി ശ്രീ എം ഹസൻ. പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കൂടി അതിനു മുമ്പ് എനിക്കും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംശയം ചോദിക്കുന്നത്. എങ്ങനെയാണ് ഈ രാഷ്ട്രീയവും സിനിമയും തമ്മിലൊരു അടുപ്പം വന്നത്? ഞങ്ങൾ എന്നുവെന്നും കാണുന്ന സുഹൃത്തുക്കളൊന്നുമല്ല, പക്ഷെ ഒരു അറിയാതൊരു സുബന്ധത്ത് കിടക്കുന്ന രണ്ടാൾക്കാരാണ്. അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനെൻ്റെ ആദ്യത്തെ സിനിമ സംവിധാനം ചെയ്ത് അത് തിയേറ്ററിലോടി എനിക്ക് ആദ്യമായിട്ട് അല്പം പ്രശസ്തിയും പേരും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. അപ്പോൾ അദ്ദേഹം എന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രൂപ്പിൽപ്പെടുത്തിയിട്ട് ഒന്ന് സ്ഥലങ്ങളിൽ പ്രസംഗിക്കാനോ കൊണ്ടുപോയി. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി രാഷ്ട്രീയം എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫോർട്ടയിൽപ്പെട്ട സാധനമാണ്. ഹസൻ സാറ് വളരെ സീരിയസ് ആയിട്ട് സിനിമ വളരെ ശ്രദ്ധിച്ച് കാണുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. സിനിമയിൽ നല്ല സംവിധായകരായാലും നല്ല നടന്മാരായാലും കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. സാർ സ്വപ്നാടനം കണ്ടപ്പോൾ തന്നെ ജോർജ് സാറിനെ പറ്റി ഞാൻ അന്ന് യഥാർത്ഥത്തിൽ എനിക്ക് സിനിമയോടൊരു വലിയ ഒരു താല്പര്യം, അഭിനിവേശമുള്ള ഒരു ആളായിരുന്നു പഠിക്കുന്ന കാലത്ത്. യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർമാനായിരിക്കുന്ന കാലത്താണ് ഞങ്ങൾ തമ്മിൽ ഈ പറഞ്ഞ അടുപ്പമുണ്ടാകുന്നത്. അന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർമാനായി വന്നപ്പോൾ സാഹിത്യം, കല, സിനിമ ഈ കാര്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ വളരെയേറെ ചർച്ചകൾ, സിനിമയെക്കുറിച്ചുള്ള ആസ്വാദനം, സാഹിത്യ പഠന ക്യാമ്പുകൾ, ഇതൊക്കെ. അപ്പോൾ ആ കാലഘട്ടത്തിൽ എൻ്റെ മനസ്സിൽ വളരെയധികം ബഹുമാനവും താല്പര്യവും ആദരവും ഒക്കെ തോന്നിയ ഒരു സിനിമാ പ്രവർത്തകനാണ് ശ്രീ KG ജോർജ്. അതിന് ഒരു കാരണം കൂടിയുണ്ട്. ഞാൻ മലയാള സിനിമാ രംഗത്ത് എനിക്ക് വ്യക്തിപരമായി വളരെ അടുപ്പം വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് രണ്ട് പ്രധാന ആളുകളാണ്. ഒന്നൊരു സംവിധായകനും ഒന്നൊരു വലിയ നടനാണ്. സംവിധായകൻ ശ്രീ രാമു കാര്യാട്ടും നടൻ ശ്രീ പ്രേം നസീറുമാണ്. ഇവർ രണ്ടുപേരുമായിട്ട് വളരെ അടുത്ത വ്യക്തിബന്ധം ഉണ്ടാക്കാൻ എങ്ങനെയോ എനിക്ക് സാധിച്ചു. രാമേട്ടനായിട്ടുള്ള ബന്ധം ഉണ്ടാകുന്നത് ശ്രീമാൻ VM സുധീരനും ഞാനും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറി ആയിരിക്കും. സുധീരനുമായിട്ട് വളരെ അടുപ്പമാണ്, അവരൊരു നാട്ടുകാരാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ നെല്ല് എന്നുള്ള ആ സിനിമയിലെ സഹസംവിധായകൻ എന്ന നിലയ്ക്ക് ശ്രീ KG ജോർജ് എൻ്റെ മനസ്സിൽ പതിഞ്ഞ ഒരു സിനിമാ പ്രവർത്തകനായി. പിന്നീടാണ് ഈ സ്വപ്നാടനം അന്നത്തെ ഞങ്ങളുടെ അന്നത്തെ ഒരു ക്യാമ്പസ് വളരെയധികം വിദ്യാർത്ഥികൾക്ക് വളരെ ആകർഷകമായി. അതിനെക്കുറിച്ച് ഞങ്ങൾ ചില ചർച്ചകൾ വെച്ചു. അങ്ങനെയാണ് ശ്രീ ജോർജുമായിട്ട് ബന്ധപ്പെടുന്നത്. അന്ന് മുതലുള്ള ബന്ധം ഞങ്ങളിപ്പോഴും തുടരുന്നു. വളരെ അദ്ദേഹത്തോട് ആദരവും ബഹുമാനവും. അദ്ദേഹത്തിൻ്റെ ചില സിനിമകളൊക്കെ വളരെ വിമർശന ബുദ്ധിയോടുകൂടി നോക്കാനും കാണാൻ ഞങ്ങൾ പലപ്പോഴും ട്രെയിൻ യാത്രകളിലൊക്കെ സിനിമയെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. പത്മരാജൻ, ഭരതൻ, KG ജോർജ്, ആ ഒരു ജനറേഷനിൽപ്പെട്ട നമ്മുടെ സിനിമ ട്രെൻഡ് സെറ്റേഴ്സ് ഉണ്ടല്ലോ, ഇവരോട് എനിക്ക് പ്രത്യേകമായ, പത്മരാജനുമായിട്ട് വ്യക്തിപരമായ വളരെ അടുത്ത ബന്ധമുണ്ട്. അതുപോലെ വളരെ നല്ല സ്നേഹബന്ധമുള്ള ആളാണ് ശ്രീ ജോർജ്. ജോർജ് സാർ പറഞ്ഞ പോലെ ഈ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി. ഞങ്ങളെ രാഷ്ട്രീയവും സിനിമയും തമ്മിൽ ബന്ധമുണ്ടെന്ന് പഞ്ചവടി പാലത്തിലൂടെ അദ്ദേഹം തെളിയിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ അതിനേക്കാൾ ഈ രാഷ്ട്രീയത്തിൽ സിനിമയോട് താല്പര്യമുള്ള കുറേ ആളുകൾ, ഉദാഹരണത്തിന് സുധീരൻ. ഞാനും സുധീരനും ഒക്കെ ഈ വിദ്യാർത്ഥി കാലത്ത് പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കില്ല, ഇന്നത്തെ പോലെയല്ല. ഞങ്ങൾ ഒരു ദിവസം 3 സിനിമ എറണാകുളത്ത് വന്ന് കണ്ടു. കാരണം മാറ്റ്നി, ഫസ്റ്റ് ഷോ, സെക്കൻഡ് ഷോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു ചുമതല നിർവഹിക്കാറുണ്ടല്ലോ, അത് വളരെ സമയം കണ്ടെത്തി പെട്ടെന്ന് തീർത്തിട്ട് അടുത്ത ഏതാണ്ട് വലിയൊരു കാര്യം ഒരു ജോലി ചെയ്ത് തീർക്കുന്ന മട്ടിൽ 3 സിനിമകൾ കണ്ട കാലമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പല പടങ്ങളും അന്ന് ആ കാലഘട്ടത്തിൽ. ഇപ്പം അത്രയും നമുക്ക് സിനിമ കാണാൻ സൗകര്യം. അതിന് വേറൊരു കാരണം കൂടെയുണ്ട്. കാരണം അന്ന് വളർന്നു വരുന്ന ക്യാമ്പസിലൊരു വ്യത്യസ്തമായ ചിന്താഗതി ഉണ്ട്, ഒരു കാലമാണത്. കാരണം ക്യാമ്പസിലുള്ള ആൾക്കാർ സാഹിത്യം പോലെ തന്നെ സിനിമയും വളരെ പ്രധാനപ്പെട്ട ഒരു മാധ്യമമാണെന്ന് ആദ്യമൊക്കെ കണ്ടെത്തുന്ന ഒരു സമയമാണത്. ഞങ്ങളൊക്കെ അന്ന് ആദ്യത്തെ റിലീസിങ് ഡേ സെക്കൻഡ് ഷോ കാണുന്നവരാണ്. അന്ന് പോയി അപ്പോൾ സെക്കൻഡ് ഷോ ആകുമ്പോൾ ഈ യോഗമൊക്കെ കഴിഞ്ഞ ആളുകളെയൊക്കെ ഉത്ബോധിപ്പിച്ച് നമ്മളെ വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ പതുക്കെ തിയേറ്ററിലേക്ക് കയറും. സ്വപ്നാടനം അന്ന് ഡോക്ടർ മോഹൻദാസ്. അപ്പോൾ അന്ന് അതൊരു പുതുമയായിരുന്നു. ഒരു പ്രൊഫഷണൽ ഒരു സിനിമാ നടനായി, സാധാരണ സിനിമ നമ്മുടെ വേദിയിൽ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തനായ
ഒരു കഥാപാത്രം വന്നപ്പോൾ അതിനും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഞങ്ങൾ യൂണിവേഴ്സിറ്റി യൂണിയനിലെ വിദ്യാർത്ഥികൾ ആദ്യത്തെ രണ്ടാമത്തെയും വർഷം യൂത്ത് ഫെസ്റ്റിവൽ നടത്തിയിരുന്നു. അന്ന് മിസ് ജോർജൊക്കെ വന്നിരുന്നു ജഡ്ജസായിട്ട്. അതിൽ ഒന്നാം സമ്മാനം കിട്ടിയ ആളുകളെ ഞങ്ങളൊരു അഖിലേന്ത്യാ പര്യടനത്തിന് കൊണ്ടുപോയി. സിദ്ദീഖിന് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, ഇദ്ദേഹത്തിന് അറിയാം. അതിൽ ഒന്നാം സമ്മാനം കിട്ടി രണ്ടുപേരെ ഒരു ടൂറിന് കൊണ്ടുപോയ രണ്ടാളുകൾ ഇന്ന് മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകളാണ്. നെടുമുടി വേണുവും ജഗദീഷ് ശ്രീകുമാർ. ആ ടീമിനെ ഞാനാണ് നയിച്ചുകൊണ്ട് പോകുന്നത്. അവർ രണ്ടുപേരും നെടുമുടി വേണു അന്ന് ആലപ്പുഴ SD കോളേജിലും ജഗദീഷ് ശ്രീകുമാർ തിരുവനന്തപുരം മാർവാനീസ് കോളേജിലും അഭിനയത്തിന് സമ്മാനം കിട്ടിയവരാണ്. ഞങ്ങളൊരു ടീമായിട്ട് പോവുകയാണ്. അതിൽ ആ ടീമിലുണ്ടായിരുന്ന പലരും ജീവിതത്തിൻ്റെ പല മേഖലകളിലാണ്. ഞാൻ പക്ഷേ പഞ്ചവടിപ്പാലം കണ്ടപ്പോൾ ഇദ്ദേഹം ഇത്ര വളരെ സൂക്ഷ്മമായിട്ട് രാഷ്ട്രീയം നിരീക്ഷിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളത്. അങ്ങനെ ഒരാളിനെ പഞ്ചവടിപ്പാലത്ത് നമ്മുടെ രാഷ്ട്രീയത്തിലെ ഒരു വളരെ വ്യത്യസ്തമായ ഒരു ചിത്രമുണ്ടല്ലോ, ഇന്നും അത് ചർച്ചാ വിഷയമാണ്. രാഷ്ട്രീയത്തിലെ മൂല്യച്യുതി, അഴിമതി, അതൊക്കെ അത് വളരെ ഇപ്പോൾ കുറേ കൂടുതലുണ്ട്. അന്ന് പിന്നെ പഞ്ചായത്തുകൾക്കുണ്ടായിരുന്നതിനേക്കാൾ പണം ഇപ്പോൾ ഉണ്ട്, അധികാരം ഇപ്പോൾ ഉണ്ട്, ഇന്ന് കുറച്ചുകൂടി പ്രസക്തി ഉണ്ട്, കുറേ കൂടി പ്രസക്തി ഉണ്ട്. ശരിക്കും രാഷ്ട്രീയം സിനിമ ഇതിൽ രണ്ടില് ഏതാണ് സാർ ഉയർന്നു നിൽക്കുന്നത്? ഇത് രണ്ടിലും എന്താണെന്ന് വെച്ചാൽ ഉയർന്നു നിൽക്കുന്നത് സിനിമ തന്നെയാണ്. കാരണം ഒരു ആരാധന സിനിമയിൽ കയറിയെന്നും രാഷ്ട്രീയത്തിൽ ഇറങ്ങിയെന്നും അങ്ങനെയാണ് പറയുന്നത്. ഇതിന് രണ്ടിനകത്തും ഒരു ഇന്നർ പൊളിറ്റിക്സ് ഉള്ളത് ഏതിലാണ് കൂടുതലെന്ന് ചോദിച്ചാൽ ഒന്നും വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഞാനൊരു ചുരുങ്ങിയ കാലയളവിൽ മന്ത്രിയായിരുന്നപ്പോൾ ഈ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ചുമതലയുള്ള മന്ത്രിയായിരുന്നു. അപ്പോൾ സിനിമയുമായി ബന്ധപ്പെടുമ്പോൾ എനിക്ക് ചിലപ്പോൾ തോന്നും കുറേ കൂടെ ഭേദം നമ്മൾ തന്നെയാണ് എന്ന് പറഞ്ഞാൽ നമ്മളിലേക്കൊന്ന് ഇറങ്ങി നോക്കുമ്പോൾ. പക്ഷെ എല്ലായിടത്തും അതിൻ്റെ ഒരു ഇന്നർ പൊളിറ്റിക്സ്, അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ രാഷ്ട്രീയം കുറച്ചൊരു വ്യത്യസ്തമാണെന്ന് തോന്നുന്നു. ഒരു വ്യത്യാസം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ രാഷ്ട്രീയക്കാരെ കഥാപാത്രങ്ങളായി കഴിഞ്ഞാൽ പലപ്പോഴും അവരെ ഒരു അബ്യൂസ് ചെയ്യുന്ന രീതിയിലാണ് സിനിമയിൽ റിലേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഒരു തരം പ്രൊട്ടസ്റ്റാണത്. കാരണം നമ്മുടെ ഈ അഴിമതൊക്കെ കണ്ടതിന് ശേഷം ഒരു പ്രൊട്ടസ്റ്റാണ്. കാരണം ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള, അതായത് ജീവിതത്തിൽ ശരിക്കും അധ്വാനിച്ച ഒരു സമൂഹത്തിന് വേണ്ടി അധ്വാനിച്ച ഒരു വ്യക്തിയെ സെൻട്രൽ കഥാപാത്ര സിനിമ എടുത്താൽ ചിലപ്പോൾ കാണാൻ ആളുണ്ടാകത്തില്ല. അത് ശരിയാണ്. അല്ല, പക്ഷെ അത് ശരിയാണ്. പക്ഷെ ഇപ്പം വന്നിരിക്കുന്നത്, ഇപ്പം നിങ്ങൾ പഞ്ചവടിപ്പാലത്തിൽ കൊണ്ടുവന്നൊരു തീം രാഷ്ട്രീയത്തിനകത്തുള്ള ഒരു വലിയ മൂല്യത്തകർച്ചയാണ്. അത് അന്നും ഇന്നും എന്നും അതൊരു സമൂഹത്തിലെ മൂല്യത്തകർച്ചയുടെ ഒരു പ്രതിഫലനം രാഷ്ട്രീയത്തിലാവുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കും. പക്ഷെ രാഷ്ട്രീയക്കാരെ സിനിമയിൽ എപ്പോഴെല്ലാം നിങ്ങളെല്ലാം കഥാപാത്രങ്ങളായി വരുമ്പോൾ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് രാഷ്ട്രീയത്തിലെ നന്മകൾ സിനിമക്കാരുടെ കണ്ണിൽ ഒരിക്കലും പെട്ടിട്ടില്ലല്ലോ എന്നൊരു ദുഃഖം.